നമസ്കാരം. കായിക രംഗവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ സംഘർഷഭരിതമായ പശ്ചാത്തലമുള്ള ജമ്മു കശ്മീർ പോലെയുള്ള ഒരിടത്ത് ഇത്തരം രാഷ്ട്രീയ പ്രകടനങ്ങൾ കേവലം ഒരു വിവാദത്തിനുമപ്പുറം വലിയ സുരക്ഷാ ആശങ്കകൾക്കും കാരണമാകാറുണ്ട്. ജമ്മു കശ്മീർ ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റ് മത്സരത്തിനിടെ JK11 ടീമിന് വേണ്ടി കളിച്ച ഫുർഖാൻ ഭട്ട് എന്ന താരം തൻ്റെ ഹെൽമറ്റിൽ പലസ്തീൻ പതാക പ്രദർശിപ്പിച്ചതാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ജമ്മു ട്രയൽ ബ്ലേസേഴ്സുമായുള്ള മത്സരത്തിനിടെ നടന്ന ഈ സംഭവം നിയമപരമായ നടപടികളിലേക്കും പോലീസ് ചോദ്യം ചെയ്യലിലേക്കും നീങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര വിഷയങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ വീക്ഷിക്കുന്നത്. ജമ്മു റൂറൽ പോലീസ് ഈ വിഷയത്തിൽ താരത്തെയും ടൂർണമെന്റ് സംഘാടകനായ സാഹിദ് ഭട്ടിനെയും ചോദ്യം ചെയ്യുവാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മത്സരത്തിന് ഗ്രൗണ്ട് വിട്ടു നൽകിയ വ്യക്തിയെയും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം പലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിലും കശ്മീർ പോലെയുള്ള സെൻസിറ്റീവ് മേഖലകളിൽ ഇത്തരം അടയാളങ്ങൾ ഉപയോഗിക്കുന്നത് തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ജിഹാദി ചിന്താഗതിക്കാർക്കും അവസരമായി മാറുമോ എന്ന ഭയമാണ് സുരക്ഷാ ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. സാധാരണ ജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുത്ത് മേഖലയിൽ അശാന്തി പടർത്തുവാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്ക് ഇത്തരം പ്രവൃത്തികൾ ഇന്ധനമായേക്കാമെന്ന വിലയിരുത്തലാണ് പോലീസിനെ ഈ കേസിൽ കർശനമായ നിലപാടെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. ആഗോളതലത്തിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് പലസ്തീൻ ജനതയ്ക്കായി വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധം മൂലമുണ്ടായ കടുത്ത ഭക്ഷ്യക്ഷാമവും മരുന്നുകളുടെ ദൗർലഭ്യവും മാനുഷികമായ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്തുമ്പോൾ അത് ഭീകരവാദ സംഘടനകൾ തങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മതപരമായ വികാരങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി കൂട്ടിക്കലർത്തി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുന്ന ജിഹാദി ഗ്രൂപ്പുകൾ ഇത്തരം സംഭവങ്ങളെ ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കാറുണ്ട്. കായിക രംഗത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ വഴി യുവാക്കളിൽ തെറ്റായ ആശയങ്ങൾ കുത്തിവെക്കുവാനും അവരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുവാനും തീവ്രവാദി ശൃംഖലകൾ ശ്രമിക്കുമെന്നത് തള്ളിക്കളയാനാവില്ല. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ കൃത്യത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കായിക വിനോദങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനോ തീവ്രവാദ പ്രചാരണത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നത് തടയേണ്ടത് ജമ്മു കശ്മീരിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ അനിവാര്യമാണ്. ഇന്ത്യയുടെ ദീർഘകാലമായുള്ള വിദേശ നയത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ആഭ്യന്തരമായ സമാധാനവും സുരക്ഷയും തകർക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തെയും കരുതലോടെ കാണേണ്ടതുണ്ട്. കായിക താരങ്ങൾ ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും വികാരപരമായ പ്രകടനങ്ങൾ ഭീകരവാദത്തിൻ്റെയോ ജിഹാദിൻ്റെയോ പാതയിലേക്ക് വഴിമാറാതെ നോക്കണമെന്നുമാണ് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.